ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ബന്ധനം എന്ന് പറഞ്ഞാൽ എന്ത്? ബന്ധനങ്ങൾ എങ്ങനെ അഴിയും? ശ്രദ്ധിക്കുക. ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബന്ധനം? ബന്ധനത്തെ എങ്ങനെ അഴിക്കാം? ആർക്കഴിക്കാം? നമുക്ക് ബന്ധനം അഴിക്കാൻ പറ്റുമോ? ഒരു ബന്ധനം നമുക്കുണ്ടെങ്കിൽ ആ ബന്ധനം നമുക്ക് അഴിക്കാൻ പറ്റുമോ? ആരാണ് ബന്ധനം അഴിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ആ ബന്ധനം അഴിക്കുവാൻ എന്താണ് വരേണ്ടത്? എന്താണ് സംഭവിക്കേണ്ടത്? അത് കുഞ്ഞുങ്ങളിലായാലും ബന്ധുക്കളിലായാലും ചാർച്ചക്കാരിലായാലും ഒരു ബന്ധനം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ ബന്ധനം എങ്ങനെയാണ് അഴിയുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ദൈവവചനത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. അവർ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂലു പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേലിൽ നിന്ന് ദ്രവിച്ചു പോയി. എങ്ങനെയാണ് കയ്യിൽ നിന്ന്, കാലിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ബന്ധനങ്ങൾ ദ്രവിച്ചു പോയത്? എങ്ങനെയാണ്? ശ്രദ്ധിക്കുക. എന്താണ് ബന്ധനം എന്ന് പറയുന്നത്? ബന്ധനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ മുന്നിൽ ഒരു തടിയെടുത്തിട്ട് കഴിഞ്ഞാൽ അവൻ്റെ വണ്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് തടസ്സമായി അവിടെ ഇട്ടിരിക്കുന്നു. ആരോ മുറിച്ചിട്ടതാണ്, അല്ലെങ്കിൽ താനേ വന്ന് വീണു, അല്ലെങ്കിൽ എന്നെ തടസ്സം ചെയ്യാൻ, ഞാൻ പോകാതിരിക്കാൻ വേണ്ടി ആരോ വഴിയിൽ ഒരു വലിയ മരം മുറിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല. ഒന്നുകിൽ ഞാൻ എടുത്തു മാറ്റണം, പക്ഷേ എനിക്കത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ കുറച്ചു പേര് വന്ന് എടുത്തു മാറ്റണം. അവർക്കും പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ, ശാസ്ത്രീയപരമായ രീതിയിൽ അതിനെ എങ്ങനെയെങ്കിലും മാറ്റിക്കളയണം. കാരണം എനിക്ക് മുന്നോട്ട് പോകണം. എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ എവിടെയൊക്കെ ഞാൻ സ്ട്രക്ക് ചെയ്ത് നിൽക്കുന്നുവോ, എവിടെയെല്ലാം ഞാൻ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നുവോ, അതിനെ പറയുന്ന പേരാണ് ബന്ധനം എന്ന് പറയുന്നത്. രണ്ടുപേർ കൈയടിച്ച് ആരാധിക്കുന്നു. ഒരാൾ കൈയടിച്ച് കയറുന്നു, മറ്റൊരാൾക്ക് കൈയടിക്കാൻ കഴിയാതെ തോളുകൾ തരിച്ചു പൊട്ടുന്നു. ഞാൻ ചെന്ന് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? എൻ്റെ കൈ തരിച്ചു വയ്യ പാസ്റ്റർ. അതിനെയാണ് ബന്ധനം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ബന്ധനത്തെക്കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് 1 മണിക്കൂർ പറഞ്ഞാലും തീരുകയില്ല. അതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. ഈ ബന്ധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു മർമ്മം എന്ന് പറഞ്ഞാൽ അത് പിശാചാണ്. പിശാചിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ബന്ധിക്കുവാൻ വേണ്ടി പിശാചിനെ മന്ത്രവാദികൾ, ശകുനവാദികൾ, ആഭിചാരകന്മാർ അതിനെ ആവസിച്ചെടുത്ത് അതിനെ കയറുകളിലോ മറ്റുള്ള രീതികളിലോ ചേർത്ത് മനുഷ്യനെ ബന്ധിക്കുന്നതായ രീതികളുണ്ട്. തകിടുകളിലൂടെ, വിവിധമായ രീതികളിലൂടെ, മാന്ത്രികങ്ങളിലൂടെയൊക്കെ പാലിൽ മാവേ ഭസ്മമിട്ട് കൊടുത്ത്, ഇറച്ചിയിൽ, മുട്ടയിൽ ഇങ്ങനെ കൈവിഷങ്ങൾ എന്ന് പറയുന്ന ആഭിചാര ക്രിയകളിലൂടെ പൈസകൾ കൊണ്ട് വിവിധമായ പൂജ ചെയ്തിട്ട് വസ്തുക്കൾ കൈവശമാക്കി കടഭാരം വന്ന് കയറാൻ വേണ്ടി പൈസകൾ 5 രൂപ, 1 രൂപ തുട്ടുകൾ വീടിൻ്റെ മുന്നിൽ കൊണ്ടിടുകയും അതെടുത്ത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമ്മളറിയാതെ കടക്കാരായി മാറുകയും കടം വന്ന് കയറുകയും അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ വീടും കൂടും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രീതികൾ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഒരു വിടുതൽ പ്രാപിപ്പാൻ കഴിയുന്നത്? നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നോക്കാം. ഇവിടെ ശിംശോൻ എന്ന് പറയുന്ന ദൈവദാസനെ ഇവിടെ ബന്ധിക്കുന്നു. അപ്പോൾ ദൈവദാസന്മാരെ ബന്ധിക്കാൻ കഴിയുമോ? ഉറപ്പായിട്ടും ബന്ധിക്കാൻ കഴിയും. ദൈവദാസന്മാരെ ബന്ധിക്കാൻ കഴിയുമെങ്കിൽ വിശ്വാസിയുടെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ചോദിക്കും, പാസ്റ്റർ ഈ പുതിയ നിയമത്തിൽ അങ്ങനെ ബന്ധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗലാത്യ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ശുദ്രത്താൽ അവർ ബന്ധിക്കപ്പെട്ടു എന്നെഴുതിയിട്ടുണ്ട്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ
ശുദ്രം ചെയ്ത് മയക്കിയതാര്? ശുദ്രം ഒരാൾ ചെയ്താൽ നമ്മൾ മയങ്ങിപ്പോകും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പുസ്തകത്തിൽ കവിണ് വീണ് കിടന്നുറങ്ങും, വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങും, ജോലി സ്ഥലത്ത് നിന്നുറങ്ങും, ഇരുന്നുറങ്ങും, കിടന്നുറങ്ങും എന്ന് വേണ്ട, ഒരു ഉറക്കം തൂങ്ങിയ പോലെ മടക്കും. അതിൻ്റെ കാരണം ആരോ ആ വിചാരം ചെയ്തു. പാ കണ്ടാ മതി നിന്ന് ഉറങ്ങും. കാട്ടാക്കട വഴി പോകുമ്പോൾ ഒരു പാ കടയിൽ തൂക്കിയിരിക്കുന്നത് കണ്ടാൽ മതി, ജംഗ്ഷനിൽ നിന്നുറങ്ങിക്കൊണ്ടിരിക്കും. പാ കണ്ടാൽ മതി ഉറങ്ങും. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ബന്ധാണ് വായിക്കുന്നത്, ശുദ്രത്താൽ നിങ്ങൾ മയങ്ങിപ്പോയി ഉറക്കം. പാമേൻ ആരാധന തുടങ്ങും, വീട്ടിനകത്ത് കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ഇരുന്നുറങ്ങും. ഈ ജോലിക്ക് പോകുന്ന അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഒരു കുഴപ്പമില്ലാതെ നടക്കുന്ന ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഇരുന്നുറങ്ങും, ബൈബിൾ വായിക്കുമ്പോൾ ഇരുന്നുറങ്ങും. ഇതെല്ലാം ആരോ ആവിചാരം ചെയ്ത് കയറ്റി ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കാൻ നിവൃത്തിയില്ല, ഭർത്താവിന് ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ അടിയും വഴക്കും ബഹളവും, മക്കൾ തമ്മിൽ അടിയും വഴക്കും ബഹളവും. ഇതെല്ലാം ആവിചാരത്തിൻ്റെ പോരുകളാണ്. അവസാനം നീ എന്തിന് പിണങ്ങിയത്? എന്തോ എനിക്കറിഞ്ഞൂടാ. നന്ദിയോടെ സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, നമ്മൾ പിണങ്ങിയല്ലേ? നമ്മൾ പിണങ്ങിയല്ലേ കുറച്ച് നേരം, പിന്നെ എന്തോ പറ്റി? ഇതെല്ലാം ആവിചാര ബന്ധനങ്ങളിലൂടെയൊക്കെ കുടുംബപരമായിട്ടൊക്കെ കയറി വരുന്ന കെട്ടുകളാണ്. ഇതിന് നമുക്ക് എങ്ങനെ അഴിക്കാം എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ദാസനായ ശിംശോൻ, ആരാണ്? ശിംശോനെ കയറുകൊണ്ട് കെട്ടി. ആര് കെട്ടി? ഫെലിസ്ത്യർ കയറുകൊണ്ട് കെട്ടി. എന്തിനാണ് കെട്ടാൻ കാരണം? ശ്രദ്ധിക്കുക. ഈ ബന്ധനമെന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ആർക്കും ഒരു ബന്ധനം വരികയില്ല. എന്തെങ്കിലും ഒരു കാരണത്താൽ മാത്രമേ ബന്ധനങ്ങൾ വരികയുള്ളൂ. ആവശ്യമില്ലാതെ ആർക്കും ഒരു ബന്ധനം വരികയില്ല. ശിംശോന് ബന്ധനം വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ശിംശോൻ ഈ ഫെലിസ്ത്യരുടെ ഇടയിൽ കയറി അവരുടേതായിരിക്കുന്ന സാധനങ്ങളൊക്കെ നശിപ്പിച്ച് ചുട്ടുകരിപ്പിച്ച് അവരുടെ കൃഷിപടങ്ങളെയൊക്കെ ഈ കുറുക്കന്മാരുടെ വാലും ചേർത്ത് പിടിച്ച് കെട്ടി പന്തം കൊളുത്തിയൊക്കെ വിട്ട് നശിപ്പിച്ചതിൻ്റെ വൈരാഗ്യപ്രകാരം യവനെ അടിച്ച് ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യവനെ ആവിചാരം ചെയ്ത് തളച്ച് യവനെ കെട്ടി യവനെ ഒതുക്കണമെന്ന് അവർ പദ്ധതി ഒരുക്കി അവരുടെ ക്ഷേത്രം ദാഗോന്റെ ക്ഷേത്രത്തിൽ 30 ദിവസം ഒരു വടം പൂജയ്ക്ക് വെച്ചു. എന്നിട്ട് ഈ പൂജയ്ക്ക് വെച്ച് 30-ാം ദിവസം ഈ വടം എടുത്ത് ശിംശോൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ശിംശോനെ അവർ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടി. എന്തോന്ന് കണ്ട് കെട്ടി? 30 ദിവസം ദാഗോന്റെ ക്ഷേത്രത്തിൽ പൂജ വെച്ച് ബാബിൻ്റെ ശക്തി കയറ്റിയ കയറുകൊണ്ട് ശിംശോനെ വരിഞ്ഞ് കെട്ടി. അങ്ങനെ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്ന ശിംശോൻ ഈ കെട്ടിയതൊന്നും അറിഞ്ഞില്ല. അവസാനം ഒരാർപ്പിൻ്റെ വിളി കേട്ടു. കെട്ടിക്കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യരാർത്തു, നമ്മുടെ ശത്രുവിനെ നമ്മുടെ കയ്യിൽ കിട്ടി. യേശുവിൻ്റെ നാമത്തിൽ ജയം. നിന്നെയും നിൻ്റെ തലമുറയെയും അടിച്ച് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റവൻ തരുന്ന സൂപ്പർ പണിയാണ് ആ വിചാരത്തിൽ നിന്നെ ഒതുക്കിക്കളയും. ശുദ്രം കൊണ്ട് നിന്റെ കുടുംബത്തെ ചിതറിച്ചു കളയും. ആവിചാര കെട്ടുകൾ നിന്നെ കെടുത്തിക്കളയും. നിന്റെ തലമുറയെ മുട്ടിച്ചു കളയും. പത്താം ക്ലാസ്സിൽ നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ഓണപരീക്ഷ കഴിഞ്ഞ് ബുക്കെടുത്ത് കഴിഞ്ഞാൽ ഉറക്കം. ടീച്ചേഴ്സ് വിളിച്ചു പറഞ്ഞു, പരീക്ഷകളിൽ കുഞ്ഞു തോക്കുകയാണ്. നിങ്ങളുടെ മകൾക്ക് എന്താണ് പറ്റിയത്? നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ, എല്ലാത്തിനും ഫുൾ മാർക്ക് മേടിച്ച് ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച മകൾക്ക് എന്തോ പറ്റി എന്ന് ചോദിച്ച് ടീച്ചേഴ്സ് മാതാപിതാക്കളെ വിളിച്ച് ചോദിച്ചു. മാതാപിതാക്കൾ അന്തം വിട്ട് നിൽക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പുസ്തകമെടുത്ത് വീട്ടിലിരുന്ന് വായിക്കാൻ നേരത്ത് ആ പുസ്തകത്തിൻ്റെ പുറത്ത് കിടന്നങ്ങ് ഉറങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മാതാപിതാക്കൾ ഭാരപ്പെട്ടു. അവർ CSC ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവരാണ്. നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി അവർക്ക് എൻ്റെ നമ്പർ കൊടുത്തു. എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്സ്
മാക്സിൻ്റെ ബുക്സ് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മാക്സിൻ്റെ ബുക്ക് എടുത്തു കൊണ്ടുവന്നു. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഏറ്റവും നടുഭാഗത്ത് ഭസ്മം, 2 മുടി, ആമേൻ, വേറെ എന്തോ ചില സാധനങ്ങൾ ഈ ബുക്സിനകത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, മോളെ ഇതേത് ബുക്കാണ്? നിൻ്റെ ബുക്ക് ആരെങ്കിലും മേടിച്ചു കൊണ്ടുപോയോ? അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങളെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ മാത്സ് ബുക്ക് എഴുതിയെടുക്കുവാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഏത് കുട്ടിയാണ്? കുട്ടിയുടെ പേര് പറഞ്ഞു. മോള് കണ്ടോ, എൻ്റെ നടുക്കുഭാഗത്തിരിക്കുന്നത് കണ്ടോ? ഭസ്മം, 2 മുടി, അതിൻ്റെ സാധനങ്ങൾ. നിൻ്റെ വിദ്യാഭ്യാസം തകരാനും നീ പുസ്തകം എടുക്കുമ്പോൾ നീ ഉറങ്ങാനും നീ ആ ക്ലാസ്സിൽ പരാജയപ്പെടുവാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ബന്ധനമാണ്. അങ്ങനെ അവരെ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിപ്പിച്ചു. ആ പെൺകുട്ടിയെ യേശുവിനെ കർത്താവ് രക്ഷിതമായി അംഗീകരിപ്പിച്ചു. ദൈവകൃപ ഏറ്റെടുത്തു. ആ ബുക്സിൻ്റെ ഭാഗത്തിരുന്നതിനെ തട്ടി താഴെ ഒരു ഭാഗത്തേക്ക് ഇട്ടതിന് ശേഷം അതിനെ വെള്ളം പ്രാർത്ഥിച്ചു, വെള്ളം തളിച്ചു, അതിനെ കളഞ്ഞു. ബുക്സിനെ പ്രാർത്ഥിച്ചു, ദൈവകരങ്ങളേൽപ്പിച്ച് ആ ഭാഗത്ത് വെള്ളം തളിച്ചു. ഈ കൊച്ചിനെ വെള്ളം കുടിപ്പിച്ചു. കൃപയാൽ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത പ്രാവശ്യം മുതലുള്ള എല്ലാ പരീക്ഷകളിലും വീണ്ടും അവൾ ഡബിൾ മാർക്ക് മേടിക്കാൻ തുടങ്ങി. നിന്നെ നേരിട്ട് ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്തിരിപ്പുണ്ട് ഒരു കൊച്ചു മാടം വെച്ചുകൊണ്ടൊരു മന്ത്രവാദി ഇരിപ്പുണ്ട്. അവിടെ കൊണ്ടൊരു 1000 രൂപ കൊടുത്താൽ മതി. നിന്നെ വാട്ടു പിടിപ്പിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ ഓട്ടിച്ചവർ തരും. അവൻ്റെ ആട്ടുപേര് വെട്ടാൻ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ചുമ്മാ പറഞ്ഞതല്ലെന്ന് ഒരിക്കൽ ഇവിടെ ഇരിക്കുന്ന പലരും പൈസകൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു, പലരും തകടുകൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു, പലരും പൈസകൾ, തകടുകൾ, പിന്നെ പൊതിയിൽ ചെയ്ത് ബന്ധനങ്ങൾ പലരും കൊണ്ടുവന്നു. ഒരു സ്തോത്രത്തിൽ, ഏത് ബന്ധനത്തിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, സംഭവം അഴിഞ്ഞു പോകും. ഒരു മന്ത്രവാദി ഒരു കെട്ട് കെട്ടാൻ 1000കണക്കിന് മന്ത്രം ചൊല്ലുമ്പോഴാണ് ഒരു കെട്ട് കെട്ടുന്നത്. അവൻ്റെ 1000കണക്കിൻ്റെ കെട്ടിന് നമ്മുടെ ഒരു സ്തോത്രം മതി. കുടുംബങ്ങളെ ബന്ധിച്ച്, വ്യക്തികളെ ബന്ധിച്ച്, ഭവനങ്ങളെ ബന്ധിച്ച്, ഭാവി മണ്ഡലങ്ങളെ ബന്ധിച്ച്, വ്യക്തിപരമായ ജീവിതത്തെ കെട്ടിയൊതുക്കിയ ഇരുളിന്റെ അധികാരങ്ങൾ ഇന്നലെ വൈകുന്നേരം അബുദാബിയിൽ മുസഫയിൽ ഒരു പ്രോഗ്രാം നടന്നു. 250-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. അതിഭയങ്കര ദൈവസാന്നിധ്യം അങ്ങിറങ്ങി. ഏകദേശം 7-8 പേര് പരിശുദ്ധാത്മാഭിഷേകം ശക്തമായ നിലയിൽ ആരാധിക്കാൻ തുടങ്ങി. അവരുടെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനൊരു ആരാധന അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. നോക്കിയപ്പോൾ കോട്ടയംകാരിയായൊരു സ്ത്രീയിൽ ഷാജ് തുള്ളി അലറിഞ്ഞു വന്നു. ഞാൻ ചോദിച്ചു, നീ എങ്ങനെ വന്നു? അത് ഞാൻ ഫ്ലൈറ്റിൽ വന്നു. അത് ശരി, ടിക്കറ്റ് എടുക്കാതെ വന്നല്ലടാ ദുഷ്ടപിശാച് എന്ന് പറഞ്ഞൊരു വരട്ട്, യേശുവിൻ്റെ നാമത്തിൽ വരട്ടി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവളെ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിപ്പിച്ച് നോർമലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കൃപയാൽ ആ ശരീരത്തിൽ നിന്ന് ഇളകി മാറിപ്പോയി. ഏത് വമ്പം കെട്ടിയാലും ഒറ്റ സ്തോത്രത്തിൽ അഴിയും. ഓ, സാത്താന്റെ തലയെ തകർത്തവൻ, ഇരുളിന്റെ തലയെ തകർത്തവൻ, പിശാചിന്റെ അടിവേരുകളെ തകർത്തവൻ. ഹല്ലേലൂയ! കൃപ ലഭിച്ച ദൈവമക്കൾ വാവരം ആരാധിച്ചു കയറും. ശിംശോൻ ഉറക്കമെണീറ്റു. ഈ ആരവാരവം കേട്ടങ്ങ് ഉണർന്നപ്പം കൈ അനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, ഒന്നും അനക്കാൻ വയ്യ. എന്തോ ചെയ്യും? കയ്യും കാലും അനക്കാൻ വയ്യ.
നോക്കിയപ്പോൾ ചരട് കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഈ കെട്ട് എങ്ങനെയാണ് അഴിഞ്ഞെന്നറിയാമോ? ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. ഒരാൾക്ക് ബന്ധനമുണ്ടെങ്കിൽ ആ ബന്ധനം അഴിയണമെങ്കിൽ എന്തോന്ന് സംഭവിക്കണം, എങ്കിൽ മാത്രമേ ബന്ധനം അഴിയൂ. പാസ്റ്റർമാർ കൈവച്ചത് കൊണ്ടൊന്നും ബന്ധനം അഴിയൂല. പാസ്റ്റർമാർക്കൊന്നും അതിനുള്ള കഴിവില്ല. പാസ്റ്റർമാർ കൈവച്ചാലൊന്നും ബന്ധനം. എന്നാൽ പിന്നെ ഊളംപാറ എന്നെ കൊണ്ടുപോയി, നാളെ ഞാൻ കുറേ അവിടെ കിടക്കുന്ന എല്ലാവരെയും പ്രാർത്ഥിച്ചഴിക്കാം. ഊളംപാറ എന്നെ കൊണ്ട് ഇടാനല്ല പറഞ്ഞ്, ഊളംപാറയിൽ കിടക്കുന്ന മാനസിക രോഗികളില്ലേ, ചിലർ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നെ. നന്ദിയോടെ സ്തോത്രം. ഊളംപാറ പോണ കാര്യം എന്നെ അവിടെ കൊണ്ടിടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞ്, മനസ്സിലായല്ലോ. അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ വേണ്ടി തങ്ങലക്കിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളെ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം? പാസ്റ്റർമാർക്കൊന്നും ഇതിന് വിടുവിക്കാൻ കഴിയില്ല. ഇത് അങ്ങനെ സംഭവിക്കുന്നത്. പാസ്റ്റർമാർ പ്രാർത്ഥിക്കും, അത് ശരിയാണ്, പക്ഷെ ദൈവമാണിത് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധിച്ചോണം. തമ്പുരാണ് ചെയ്യും. അവൻ്റെ കൈ അങ്ങോട്ട് കെട്ടി ബന്ധിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിലോട്ട്. ഇന്ന് ചില വഴിയും ഇന്ന് ചിലതഴിയും, ഇന്ന് ചിലതഴിയും, ഇന്ന് ചില കെട്ടുകൾ അഴിയുമെന്ന്, ഇന്ന് ചില ബന്ധനങ്ങൾ അഴിയുമെന്ന്. നിന്റെ കല്യാണത്തെ ബന്ധിച്ച ബന്ധനം, നിന്റെ വീട് പണിയെ ബന്ധിച്ച ബന്ധനം, നിന്റെ തലമുറയുടെ കുടുംബജീവിതത്തെ ബന്ധിച്ച ബന്ധനം. വീട്ടിൽ കയറിയാൽ ഭ്രാന്തെടുക്കും. യേശുവിന്റെ നാമത്തിൽ പ്രൈസ്. ബന്ധനം എന്നാൽ എന്തെന്നും, ബന്ധനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുമെന്നും, ബന്ധനം ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുമെന്നും, അതിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങിയാൽ ആ ബന്ധനം എങ്ങനെ അഴിയുമെന്നും ഈ സഭയിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരു സഹോദരിയെ ഇവിടെയുള്ളൂ. പുഷ്പ സഹോദരിയാണ്. കര ഉയർത്തിപ്പിടിക്കുക. ഒരു ഞായറാഴ്ച ഞാൻ സാക്ഷി തരും. അന്നെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞോളണം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ബന്ധനങ്ങളുടെ പ്രകരങ്ങളേറ്റ ആ 3 പേരിവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ, ആ കുഞ്ഞ് അവളെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ കയറി വന്നു. അതെല്ലാം ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഒരു ദിവസം കണക്ക് പറഞ്ഞ് നിന്നെ ഞങ്ങൾ ആക്ഷേപിക്കുമെടാ പിശാചേ. നിനക്ക് ഞങ്ങളുടെ തലമുറകളെ തൊടാൻ, ഞങ്ങളുടെ അവകാശത്തെ തൊടാൻ, ഞങ്ങളുടെ കുടുംബത്തെ തൊടാൻ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിത മണ്ഡലങ്ങളെ തൊടാൻ നിനക്ക് കഴിയില്ല. കയറുകൊണ്ട് നിനക്ക് കേട്ടാം, പക്ഷേ ആയുസ്സിനെ തൊടാൻ നിനക്ക് കഴിയത്തില്ല. ബന്ധനം എങ്ങനെ അഴിയും? ഇങ്ങനെ വെച്ചോണ്ടിരുന്നാലൊന്നും ബന്ധനം അഴിയില്ല. അവനവൻ്റെ ബന്ധനങ്ങൾ അടിയണമെങ്കിൽ കൈയൊക്കെ ആടിച്ചു വായ തുറന്നൊക്കെ ആരാധിച്ച് ദൈവകൃപ ആത്മാവിൽ ഏറ്റെടുത്താൽ അതിൻ്റെ ആടിവേര അഴിയുള്ളൂ. നീ ഏത് പള്ളിയിൽ പോയാലും നിന്റെ ബന്ധനം അടിയണമെങ്കിൽ നീ ആത്മാവിന് വിട്ടുകൊടുക്കണം, ദൈവകൃപയ്ക്ക് വിട്ടുകൊടുക്കണം, അഭിഷേകത്തിന് വിട്ടുകൊടുക്കണം, ആത്മപരവിന് വിട്ടുകൊടുക്കണം, ദൈവകൃപയ്ക്ക് വിട്ടുകൊടുക്കണം. കൈ നേരെ ചൊവ്വയടി. നിന്റെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ,
നീ ആടിക്കുന്ന ആടിയ അവൻ പാലമരത്തിൽ നിന്നെ തളച്ചു കെട്ടിയ കെട്ട് അടിയിൽ ഇളകും. ഓ, എന്റെ തലമുറയും എന്റെ കുടുംബത്തെ, എന്റെ കുടുംബ ജീവിതത്തെ, വ്യക്തിപരമായ ജീവിതം, മണ്ഡലങ്ങളെ കെട്ടിവെച്ച ഇരുളിന്റെ അധികാരങ്ങളിലെ ആത്മമണ്ഡലത്തിന്റെ ആരാധനയ്ക്ക് കഴിയുമെന്ന്. ബന്ധനം അഴിയണമെങ്കിൽ യഹോവയുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വരണം. പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിൽ വാ. പരിശുദ്ധാത്മാവ് വരും. എൻ്റെ ബന്ധനം അഴിച്ചു മാറ്റ്. ഓ, ദൈവശക്തി ഇറങ്ങി വരും. ബന്ധനമടിയണമെങ്കിൽ ദൈവശക്തി നമ്മുടെ ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരണം. ദൈവശക്തി ഇറങ്ങി വരണം. അഭിഷേകം ഇറങ്ങി വരണം. ഓ, പ്രാപിച്ചാരാപിച്ച് കയറിക്കോ. നീ അറിയാതെ നിന്നെ കെട്ടിയ ബന്ധനം വീട്ടിൽ ചെന്ന് കയറിയാൽ നിനക്ക് സ്വസ്ഥതയില്ല, നിനക്ക് സമാധാനമില്ല, നിനക്ക് വിടുതലില്ല, നിനക്ക് അപകടം, ആപത്തുകൾ, അനർത്ഥങ്ങൾ. എത്ര ലക്ഷക്കണക്കിന് പൈസ വന്നാലും 10 പൈസ മിച്ചമില്ലാതെ നിന്റെ നന്മയെ പിടിച്ച് വിഴുങ്ങി തകർത്തുകൊണ്ടിരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ കൈ അടിച്ച് നേരെ ചൊവ്വേ ആരാധിക്കുക. ചാരി നിന്നെ ആടിക്കും. നിന്നെ മന്ത്രവാദം കയറ്റി വെച്ചിരിക്കുക. ആവിചാരം ചെയ്ത് തന്നെ ബന്ധിച്ച് വെച്ചിരിക്കുക. നിന്റെ കുടുംബത്തെ അവൻ കെട്ടി വെച്ചിരിക്കുക. അഴിയണം ഇന്നിവിടെ. ദൈവ കൃപയ്ക്ക് നീ വിട്ടുകൊടുത്താൽ ആ ബന്ധനം ഇന്ന് പൊട്ടിമാറും. കൈ അടിച്ചാരാധിക്കണം. വാ തുറക്കണം. ദൈവത്തെ സ്തുതിക്കണം. അപ്പം ദൈവശക്തി ശരീരത്തിൽ വരും. ദൈവശക്തി ശരീരത്തിൽ വന്നാലേ പിശാചിൻ്റെ ബന്ധനം അഴിയൂ. പിശാചിൻ്റെ ബന്ധനം അഴിയൂ. ഓ, പിശാചിൻ്റെ ബന്ധനം അഴിയൂ. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആത്മസാന്നിധ്യം ഇറങ്ങിയപ്പോൾ അല്പസമയം വിട്ടു തന്നത് ആരാപിച്ച ബന്ധനം അഴിക്കാനാണ് സമയം തന്നത്. ഒന്നാമത് സമയമില്ല. ആത്മസാന്നിധ്യം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് ആമേ ശബ്ദം ഉണ്ടാക്കി നിർത്തിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദ്യം നമുക്കൊരു ചിന്ത വേണം. എൻ്റെ ബന്ധനം അഴിയണം, എൻ്റെ ശരീരത്തിൻ്റെ കെട്ടഴിയണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മതി. സാധനം വന്നിറങ്ങും. തീ പിടിക്കുന്നത് പോലെ, ഇലക്ട്രിക് ശക്തി വന്ന് കയറുന്നത് പോലെ, കറണ്ട് അടിക്കുന്നത് പോലെ ഹോവിടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. യെസ്. ഓ, ശാഭാലാബാസ്. ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കയർ എങ്ങനെയാ പാസ് ബന്ധനമാകുന്നത്? പിള്ളേരുടെ ഇലി കെട്ടുന്ന കറുത്ത കയർ 2 മുടിച്ചിലിട്ടാൽ എങ്ങനെയാ ബന്ധനമാകുന്നത്? അന്ന് വായിച്ച് എങ്ങനെയാ ബന്ധനമാണെന്ന് നോക്കട്ടെ. അവൻ്റെ മേൽ വന്നു. അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ആത്മശക്തി വന്നപ്പോൾ കയറ് കരിഞ്ഞു. നടന്ന കാര്യമാണ്.
ബന്ധനമഴിയാത്തവൻ്റെ കാരണം പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വരാത്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വന്നാലേ ബന്ധനമഴിയൂ. സ്തോത്രം പറഞ്ഞേ. അപ്പം ചോദിക്കും, പാസ്റ്റർമാർക്ക് ഇതിൽ എന്താണ് പങ്ക്? കൈവയ്ക്കാനും യേശുവിൻ്റെ നാമം പറഞ്ഞ് ശാസിക്കാനും ആരാധിക്കേ കൈയടിക്കെന്ന് പറയാനും മാത്രമേ പാസ്റ്റേഴ്സിന് പറ്റത്തുള്ളൂ. ചെയ്യേണ്ടത് ഉയരത്തിലെ ദൈവമാണ്. അത് ചെയ്യണമെങ്കിൽ ബന്ധിക്കപ്പെട്ടവൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു വിടുതൽ വേണം. സ്തോത്രം. 10ാമത്തെ വർഷം കൂനിപ്പിടിച്ച് ആരാധനയ്ക്ക് പോയപ്പോൾ നാട്ടുകാരുടെ കള്ളി, നീ എവിടെ കള്ളിയെന്ന് എവളെ വിളിച്ചു? നിനക്ക് നാണമില്ലേ ഈ കൂനിപ്പിടിച്ച് പള്ളിയിൽ പോവാൻ? 15ാമത്തെ വർഷവും ആരാധനയ്ക്ക് പോകാൻ നേരത്തെ ചോദിച്ചു. നാട്ടുകാർ കൂവി, കൂനി പിടിച്ചവൾ സ്വോത്ര കഴിച്ച് ദശാംശവും ഊദീശിമാർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇവൾ പോയിട്ട് ഒരു വിടുതലുമില്ലല്ലോ. 17ാമത്തെ വർഷം ചോദിച്ചു, നാണമില്ലേ, ഒരു വിടുതലില്ലല്ലോ, പള്ളിയിൽ പോയിട്ട് ഊദീശിമാർ പ്രാപിച്ചിട്ട് നിനക്കൊരു വിടുതലില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഒരു ദിവസം എൻ്റെ ബന്ധനമഴിക്കുന്നവൻ വരും. ആവേശം. ഒരു ദിവസം പ്രതീക്ഷ വിട്ടുകളയരുത്, പ്രതീക്ഷ വിട്ടുകളയരുത്. പിശാചു പറയും, ആ പള്ളിയിൽ പോയിട്ട് നിന്റെ ബന്ധനം അഴിഞ്ഞില്ലല്ലോ, ആ പാസ് പ്രാർത്ഥിച്ചിട്ട് നിന്റെ ബന്ധനം അഴിഞ്ഞില്ലല്ലോ എന്ന് നാട്ടുകാർ പറയും, വീട്ടുകാർ പറയും. ഒരുപാട് പ്രാർത്ഥന വെച്ചു. പ്രതീക്ഷ കൈവിടരുത്. ഒരു ദിവസം അവ ചവിട്ടി മെതിക്കാൻ വരും. കൂനി പിടിച്ച കൂരാത്മാവിന്റെ കുരുടിനെ കെട്ടി അതിന്റെ അടിവേര് വെട്ടാൻ ഒരു ദിവസം അവൻ ഇറങ്ങി വരും. അവന്റെ മഹാശക്തിയോടുകൂടെ പ്രതീക്ഷ വിട്ട് കളയരുത്. ഒരു ദിവസം നിന്റെ കുഞ്ഞിന്റെ കെട്ടഴിയും. നീ ബൈബിള് ചുമക്കുന്നില്ലേ, നീ കൈയടിച്ച് പാടുന്നില്ലേ, നീ വെള്ളയും ചുറ്റി പിടിച്ച് ആരാധനയ്ക്ക് വരുമ്പോ നാട്ടുകാര് കളിയാക്കിയതിരിക്കും. നിന്റെ പ്രതീക്ഷ കളയരുത്. ഓരോ ദിവസം അവൻ ഇറങ്ങി വരും. പ്രതീക്ഷ കൈവിടരുത്. ഷാജു പറയും, 2ഉം 3ഉം ബസ് കയറിയാന്നല്ലോ നീ പോകുന്നത്, പോയിട്ട് 10-15 വർഷമായല്ലോ, നിന്റെ കൂന അഴിഞ്ഞില്ലല്ലോ, ഉപദേശി കൊണ്ടുപോയി കൊടുത്ത് നീ മുടിയല്ലേ എന്ന് പിശാച് മനുഷ്യന്റെ ശരീരത്തിലൂടെ ഇരുന്ന് നിന്നോട് പറയും. പിശാചു പറയും, ദോശ ഉണ്ടാക്കി കൊടുത്ത്, ചോറുണ്ടാക്കി കൊടുത്ത്, കോഴി പൊരിച്ചു കൊടുത്ത്, പൈസയും കൊടുത്തിട്ട് നിന്റെ ബന്ധനം അഴിഞ്ഞില്ലല്ലോ. വിളിച്ചതിൻ്റെ പരിണിത ഫലമായി ഇന്ന് വിടുതലോടുകൂടെ ആ കുഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച മാതാവാണതാ എഴുന്നേറ്റ് നിൽക്കുന്നത്. കൽവറിയുടെ രക്തത്താൽ ജയം. ദൈവത്തെ അറിയാതിരുന്നെങ്കിൽ, യേശുവിനെ അറിയാതിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയുടെ മണ്ണിൽ ആ കുടുംബം കാണില്ല. കൽവറിയുടെ രക്തത്താൽ ജയം. വേറെ ആരുമല്ല ചെയ്തത്, സ്വന്തക്കാര് തന്നെയാ ചെയ്തത്. സ്വന്തക്കാർക്ക് എല്ലാവരും കൂടെ ചേർന്നൊരു ക്ഷേത്രം അവിടെ ഇരിപ്പുണ്ട്. ആ ക്ഷേത്രത്തിൽ ഇവരെ ഭർത്താവും മക്കളും മാത്രം ആരാധിക്കാൻ പോകത്തില്ല. എന്നാൽ പിന്നെ കാണിച്ചു വരാമെന്ന് പറഞ്ഞ് മിടുക്കികളായി പിള്ളേരുടെ വിദ്യാഭ്യാസം ബന്ധിച്ച് തലയ്ക്ക് സുഖമില്ലാതെ വണ്ണം ആ വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി ആവിചാരം ചെയ്ത് കയറ്റിക്കൊടുത്തു. പിശാചുക്കൾ ഓരോന്ന് ചോദിച്ചു, വെളിപ്പെട്ട് വാടാന്ന് പറഞ്ഞപ്പോൾ ഓരോ പിശാചുക്കളും വെളിപ്പെട്ട് വന്നു. എവിടെ നിന്ന് വന്നു? ഇന്ന വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് ക്ഷേത്രം. അവർ സ്വന്തക്കാർ ചെയ്ത് കയറ്റി വെച്ചു കൊടുത്തു. ദൈവത്തിന്
സ്തോത്രം. ദൈവസഭ ഉപവസിച്ചു. കൃപയാൽ എനിക്കും പ്രാർത്ഥിപ്പാൻ ദൈവം ഒരു അവസരം നൽകി. ദൈവം ആ ബന്ധനത്തെ അഴിച്ചു, ആ കെട്ടുകളെ അഴിച്ചു. ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അവരുടെ ഈ മകൾക്ക് ISRയും ദൈവം ജോലി വാങ്ങിച്ചു കൊടുത്തു. ഉന്നത വിദ്യാഭ്യാസം നൽകി. അവളുടെ മകൾക്ക് ദൈവം നേഴ്സായിട്ട് ജോലി കൊടുത്തു. ദൈവം അനുഗ്രഹിച്ചു, ദൈവം മാനിച്ചു. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ തീ അവിടെ ഇറങ്ങി, അഭിഷേകം അവിടെ ചലിച്ചു. കുട്ടിയെ കെടുത്തുന്ന ഇരുളിൻ്റെ അധികാരത്തിന് ആട്ടിവേരിൻ്റെ അകത്തളങ്ങൾ ആത്മാവിൽ വെട്ടിക്കളയാൻ നാട്ടുകാര് ചോദിച്ചു, പ്രായപൂർത്തിയായ പിള്ളേരെ കൊണ്ട് എങ്ങോട്ടാ ഓടുന്നത്? നിന്നയുടെ മുന്നിൽ യേശുവിനെ തള്ളി പറഞ്ഞില്ല. ഒരു ദിവസം ഞങ്ങളുടെ ബന്ധനം അഴിയും. ദൈവം ഇറങ്ങി വന്നു. ആ പിള്ളേരുടെ ബന്ധനങ്ങളെ ദൈവം അഴിച്ചു. കുറിച്ചു വെച്ചോ നിനക്കെതിരെ ആഭിചാരം ചെയ്ത ഒരു പെട്ടിക്കടയും ഇരുളിൻ്റെ ശക്തിയും ദേശത്തിൽ ദൈവം ഇരുത്തത്തില്ല. ദൈവം പിടിപെടുത്തു ദൂരെ കളയും. പിശാചിന്റെ ചുമ്മാ പറഞ്ഞതല്ല. ദൈവകൃപയെടുത്ത് ആരാധിച്ച് കയറിക്കൊള്ളണം. നിന്റെ വസ്തുവിനെയും നിന്റെ വീടിനെയും ബന്ധിച്ച് വെച്ചിരിക്കുന്ന അശൂരിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഴിയട്ടെ. നിന്റെ വരുമാന മാർഗങ്ങളെ ബന്ധിച്ച പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നത് അഴിയട്ടെ. ഓ മലയും കീഴുമായി ബന്ധപ്പെട്ടുള്ള ചില ബന്ധന ശക്തികൾ ആത്മമണ്ഡലത്തിൽ ചില കുടുംബങ്ങളിൽ നിന്ന് സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ കഴിയാതെ നിന്നെ ശല്യപ്പെടുത്തി ഉടപതിരമിന്റെ തലമുറയ്ക്ക് മാറി മാറി രോഗം വാരിയിട്ട് നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ട് നിന്റെ നന്മയെ പിടിപെടുത്ത് വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ കാപാലിയ ശക്തിയെ മാറിവില്ലടാ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. അടുത്ത വാക്യം മുകളത്തെ വാക്യം വന്നു. അപ്പൊ ബന്ധന വഴികൾ എന്തോ ചെയ്യണം? എന്തു ചെയ്യണം? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ കര ഉയർത്തിപ്പിടിച്ചേ. ഒന്ന്, അന്യഭാഷ പറയാത്തവർ കര ഉയർത്തിപ്പിടിച്ചേ. അന്യഭാഷ പറയാത്തവർ കര ഉയർത്തിപ്പിടിച്ച്. അന്യഭാഷ പറയാത്തവർ കര ഉയർത്തിപ്പിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ അഭിഷേകം പ്രാപിച്ച ഞങ്ങൾക്കൊന്നും ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അഭിഷേകം പ്രാപിക്കാത്തവരെ കാര്യമൊന്ന് ആലോചിച്ച് നോക്ക്. സൂപ്പറായിട്ട് കിട്ടും. അഭിഷേകം പ്രാപിക്കാത്ത കരിക്കട്ടകളാണ്. കരിക്കട്ട പോലെ ഇരിക്കും. അന്ന് തീയില്ല. കനൽക്കട്ട അങ്ങനെയല്ല. അതിനെ പാമ്പ് ചുറ്റത്തില്ല. യേശു വലിയവനാണ്. ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരുടെ പ്രത്യേകത, ഈ ബന്ധനങ്ങളൊക്കെ വല്ലത് കെട്ടിക്കഴിഞ്ഞാൽ സഭയിൽ വന്നിരുന്ന് വീട്ടിലിരുന്ന് രണ്ട് കൈയടിച്ച് രണ്ട് പാട്ടുപാടി ആരാപിച്ച് അന്യഭാഷ പറയുമ്പോൾ ഇതങ്ങ് അഴിഞ്ഞ് പറഞ്ഞങ്ങ് പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവകൃപ ഏറ്റെടുത്ത് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ ബന്ധനം നിന്നെ വിട്ട് അഴിഞ്ഞങ്ങ് മാറിപ്പോകും.
ഇന്നൊരുപാട് ബന്ധനം അഴിയാൻ പോവുകയാണ്. ഇന്നൊരുപാട് ബന്ധനം അഴിയും. ഇപ്പോൾ ഒരുപാട് ബന്ധനം അഴിയാൻ പോവുകയാണ്. ഒരുപാട് ബന്ധനം അഴിയാൻ പോവുകയാണ്. അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാവരും ഇന്ന് കൈയടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ഒരുപാട് ബന്ധനം അഴിയാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വാ, വെളിപ്പെട്ടു വാ, വെളിപ്പെട്ടു വാ, വെളിപ്പെട്ടു വാ, വെളിപ്പെട്ടു വാ. ശരീരത്തിൽ വെളിപ്പെട്ടു വാ, ശരീരത്തിൽ വെളിപ്പെട, ശരീരത്തിൽ വെളിപ്പെട്ട് മുന്നിൽ വാ, ശരീരത്തിൽ വെളിപ്പെട്ട് മുന്നിൽ വാ. ഒരശുദ്ധ ശക്തി ഇവനകത്തിരിക്കരുത്. ഒരു ബന്ധനം ഇവനകത്തിരിക്കരുത്. ഒരു ബന്ധനം ഇവനകത്തിരിക്കരുത്. ഒരു ശക്തി ഇവനകത്തിരിക്കരുത്. വെളിപ്പെട്ടു വരാൻ ൂടാ